നമസ്കാരം. ഞാൻ ഡോക്ടർ ജിയോ ജോസഫ്. ഞാനിപ്പോൾ ഈ ലൈവ് വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള എടക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ്. അപ്പം ഇന്ന് ഈ ലൈവിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കോവിഡ് കാലത്തെ മാനസികാരോഗ്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്തെ മാനസികാരോഗ്യം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ കോവിഡ് വന്നതിന് ശേഷം കാലത്തിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് കാലം രണ്ട് രീതിയിലേക്ക് മാറിയിരിക്കുക. ബി സിയും എ സി. ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ കൊറോണ, എ സി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കൊറോണ. ഇപ്പോൾ ബിഫോർ കൊറോണ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം? കൊറോണ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. കൊറോണ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും കോളേജിലും ഓഫീസിലും സ്കൂളിലും പോകേണ്ടവരെല്ലാം ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നു. ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും സാമൂഹ്യ അകലമൊന്നും പാലിക്കുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു. പാർട്ടികളിലൊക്കെ പോകുന്നു. നമ്മളെ സ്കൂളിൽ പാർട്ടി ഉണ്ടാവും, കോളേജിൽ പാർട്ടി ഉണ്ടാവും, കല്യാണം, അങ്ങനെ പല പല ഇവൻസിനെല്ലാം നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോഴൊന്നും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ സമൂഹത്തിൽ ഇടപെടുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മളതുപോലെ ആരാധനാലയങ്ങളിലൊക്കെ പോയിരുന്നു. ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം പള്ളികൾ, ടെമ്പിൾ, അവിടെയെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരുന്നു. നമ്മളവിടെ സാമൂഹ്യ അകലമോ മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഡിസ്റ്റൻസ്, സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ ഒരിക്കലും പാലിച്ചിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് വേറെയുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് അല്ലെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. അവർ നമ്മളുടെ അടുത്തേക്കും വന്നുകൊണ്ടിരുന്നു. നമുക്കതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കൊറോണ വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. കൊറോണ വരുന്നതിന് മുന്നേ നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റും. വലിയൊരു സിനിമാ ഹാളിൽ കുറേ ആൾക്കാർ ഇരിക്കുമ്പോൾ അതിനിടയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പാർക്ക്, ബീച്ച്, അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലത്തെല്ലാം പ്രത്യേകിച്ചൊരു നിയന്ത്രണങ്ങളില്ലാതെ നമുക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോകാം, കൂൾ ബാറിൽ പോകാം. അതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ലോകത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിച്ചത്? ബിഫോർ കൊറോണ നമുക്ക് ഇടയിൽ സാമൂഹ്യ അകലമില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, ആരെ വേണമെങ്കിലും കാണാം, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കൊറോണ വന്നതിന് ശേഷം ആഫ്റ്റർ കൊറോണ എന്താ സംഭവിച്ചത്? ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സ്കൂള്, കോളേജ്, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി. പിന്നെ അതുപോലെ നമ്മളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടു. ലോക്ക്ഡൗൺ ഉണ്ടായി. അങ്ങനെ പല പല കാര്യങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടിരുന്നു. വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ഈ കൊറോണയുടെ എണ്ണം, കൊറോണ കാരണം മരിക്കുന്നവരുടെ എണ്ണം എല്ലാം കൂടിക്കൊണ്ടേയിരുന്നു. അപ്പം അതുവരെ നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടൈം മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും നമ്മളുടെ മനസ്സിലൊരു ഹെൽത്ത് മാനേജ്മെൻറ്റ്
എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ടൈമാണ് ഏറ്റവും വലുത്, മണിയാണ് ഏറ്റവും വലുത് എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചിന്തിച്ചത്. നമുക്കൊന്നിനും സമയം തികഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി മറ്റൊന്നിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. പിന്നെ പെട്ടെന്ന് ഫുള്ള് ലോക്ക്ഡൗൺ ആയി. കുറച്ച് നാളത്തേക്ക് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇങ്ങനെയൊക്കെ വന്നു. കുറേ നാൾ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര രസമായിരുന്നു. വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരു അവധി കിട്ടിയ ഒരു ഫീലിലൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ അവധി കിട്ടിയ ആ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാറാനായിട്ട് തുടങ്ങി. ആദ്യം വീട്ടിലിരുന്നവർക്കൊക്കെ പിന്നെ കുറച്ചായപ്പോഴേക്കും വീട്ടിലിരിക്കുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി. അവർ കുറേശ്ശെയായിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ തുടങ്ങി. ആ പോലീസുകാർ അവരെ തല്ലാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അത് വേറൊരു പ്രശ്നമായി. അങ്ങനെ പിന്നെ ആളുകൾ കുറച്ചുകൂടെ അകത്തേക്ക് വരാൻ തുടങ്ങി. അകത്തേക്ക് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള സാഹചര്യം വന്നു. അങ്ങനെ ലോകം മൊത്തം ഇന്ത്യയിലെ പോലെ തന്നെ കേരളത്തിലെ പോലെ തന്നെ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഈ വൈറസിന് മുന്നിൽ ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വികസിത രാജ്യങ്ങളിൽ പോലും കൊറോണയുടെ ആക്രമണം ഉണ്ടാവുകയും അവരുടെ വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റത്തിന് പോലും കൊറോണയെ പിടിച്ചുകെട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവിടെയും ഒരുപാട് കോവിഡിൻ്റെ പേരിൽ മരണങ്ങൾ നടന്നു. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോവിഡ് കേസ്, അത് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ചൈനയിലുണ്ടായിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അവിടെ കോവിഡ് രൂക്ഷമായ സമയത്ത് കേരളത്തിലെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ വിദ്യാർത്ഥിക്ക് കോവിഡ് ഉണ്ടാവുകയുമാണ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കോവിഡ് വന്നു. പിന്നെ ഓരോ ദിവസം തോറും കഴിയുമ്പോൾ കോവിഡിൻ്റെ കേസുകൾ കൂടിക്കൂടി കൊണ്ടിരുന്നു. ഇന്നത്തെ പോലെയല്ല നാളത്തെ കേസുകൾ, നാളെ മറ്റന്നാൾ, അങ്ങനെ ഓരോ ദിവസവും കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കൊരു സമയത്ത് അതിഥി തൊഴിലാളികൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവർക്ക് വീട്ടിൽ പോകണം, ട്രെയിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നെ ട്രെയിനൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ട്രെയിനിൽ അവരെ കയറ്റിവിടുകയും ഒക്കെ ചെയ്തു. അതിൽ തന്നെ കുറേ ആളുകൾക്ക് വേറൊരു പ്രശ്നം ഉണ്ടായത്, കുറേ ആളുകൾക്ക് അവരെ വീടുകളിലേക്ക് പോകാനുള്ള വാഹന സൗകര്യമോ അത് ഏർപ്പെടുത്താനുള്ള സാമ്പത്തിക സ്ഥിതിയോ ഇല്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ള തൊഴിലാളികൾ അവരെ വീട്ടിലേക്ക് നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കിലോമീറ്ററുകൾ നടന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ പോവുകയുണ്ടായി. അപ്പോൾ ചില ആളുകളൊക്കെ വീട്ടിലെത്തി, ചില ആൾക്ക് വീടുകളിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രവാസികളൊക്കെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്കും കൊറോണ വളരെ കൂടുതലായി, കൊറോണ കേസുകളുടെ എണ്ണം കൂടുതലായി. അങ്ങനെ ദിവസങ്ങൾ കടക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരുന്നു. ആദ്യം 10 കേസ് 20 കേസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേൾക്കാനൊക്കെ ആയിട്ട്. 10 കേസോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ 20, 30, 40, 50, 60, 70, 80, 100, 200, 300, 400, 1000. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ 1000-ന് മേലെയൊക്കെ ആയിരിക്കും കേസ്. ഇത് ആരുടെയും കുഴപ്പം കൊണ്ടുണ്ടാകുന്നതല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്,
നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അത് പാലിക്കാതിരുന്നിട്ട് കൊറോണയുടെ എണ്ണം കൂടുന്നതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞത്. ഒന്ന്, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ കൈകൾ സോപ്പിട്ട് കഴുകുക, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഗവൺമെന്റ് നിർദ്ദേശിച്ചത്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ജനങ്ങൾ പാലിക്കാൻ തയ്യാറായി, ചില കാര്യങ്ങൾ ജനങ്ങൾ പാലിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും ഇത് പാലിക്കാൻ തയ്യാറായപ്പോൾ വളരെ ന്യൂനപക്ഷം വരുന്ന കുറച്ച് ആളുകൾ ഇങ്ങനൊരു കാര്യം അവർക്ക് ബന്ധപ്പെട്ടതല്ല, അവരുമായി ബന്ധപ്പെടാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിൽ പെരുമാറാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇതൊക്കെയാണ് ഈ കൊറോണ കാരണം ഇപ്പോൾ നടന്നു വരുന്ന, പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സാമൂഹിക മാറ്റത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ചേഞ്ചുകളിൽ ഒന്ന്, കുറെ ആളുകൾക്ക് ജോലി ഉണ്ടായിരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടു. കുറെ ആളുകൾക്ക് പുതുതായി ജോലി കിട്ടി. കുറെ ആളുകളുടെ ജോലി പോകാൻ പോകുന്നു. അപ്പൊ ഈ ജോലി പോയവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ഒരുപാട് മേഖലയിൽപ്പെട്ട ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയുണ്ടായി. ഉദാഹരണമാണെങ്കിൽ ഈ ബസ് തൊഴിലാളികൾ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി, ബസ്സൊന്നും ഓടാനായിട്ടുള്ള സാഹചര്യമില്ല എന്നൊക്കെ വന്നപ്പോൾ ബസ് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ കടകളൊക്കെ അടഞ്ഞു കിടന്നൊരു സാഹചര്യം ഉണ്ടായി. സെയിൽസ് ഒന്നുമില്ല. വല്ല കാലത്ത് ആരെങ്കിലും വന്നാലായി, കട തുറക്കാൻ നിയമപരമായി പ്രശ്നങ്ങളുണ്ടായി, തുറന്ന കടകൾ അടപ്പിക്കും എന്നൊരവസ്ഥ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ കടയിൽ നിന്ന കുറെ ആളുകൾക്ക് ജോലിയില്ലാതെ. അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ കേസുകൾ കുറഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളും അടച്ചുപൂട്ടി. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ എണ്ണവും കുറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കും കുറഞ്ഞു. പലരുടെയും ജോലി പോകുന്നൊരു കാലഘട്ടം വന്നു. കാരണം അത്രയും സ്റ്റാഫ് ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു 100 സ്റ്റാഫുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും പേഷ്യൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുറെ ഹോസ്പിറ്റലുകളിൽ കുറെ സ്റ്റാഫിനെ അവർ പറഞ്ഞു വിട്ടു. IT മേഖലയിലുള്ളവർക്ക് കുറെ പേർക്ക് ജോലി പോയി. അങ്ങനെ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരുപാട് മേഖലയിലുള്ള ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വേറെ കുറെ സെറ്റ് ഓഫ് ആളുകൾ, അവർക്ക് എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ജോലിയിൽ ശമ്പളം വെട്ടി കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി, പ്രമോഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഒരുപാട് പുതിയ ജോലികൾ അല്ലെങ്കിൽ പുതിയ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. കച്ചവടങ്ങൾ നടക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ കച്ചവടമാണ് ഈ കൊറോണ കാലത്ത് പച്ച പിടിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആർക്കൊക്കെയാണ് ഈ കൊറോണ കൊണ്ട് ബിസിനസ് മെച്ചപ്പെട്ട ആളുകൾ എന്ന് നോക്കാം. ബിസിനസ് മെച്ചപ്പെട്ടത് സ്വാഭാവികമായിട്ടും മാസ്ക് വിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ അതുപോലെ
ഹാൻഡ് സാനിറ്റൈസർ, സോപ്പ് നടത്തുന്ന ആളുകൾ, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ. മാസ്ക്, സോപ്പ്, സാനിറ്റൈസർ കമ്പനി. പിന്നെ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് മെച്ചമുണ്ടായത്? ഇങ്ങനെ ഒരുപാട് പേർക്ക് പുതിയ പുതിയ രീതിയിൽ മെച്ചമുണ്ടായി. അപ്പോൾ പരമ്പരാഗതമായ രീതിയിലുള്ള പലർക്കും തൊഴിൽ നഷ്ടപ്പെടുകയും പുതിയതായിട്ട് ചില മേഖലകളിലൊക്കെ ആളുകൾക്ക് ജോലി കൂടുതലായിട്ട് വരികയും ചെയ്തു. ഇനി പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയാൻ സാധ്യതയുള്ളൂ എനിക്ക് തോന്നുന്നത് ലോക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും. ലോക്കൽ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ അധികമൊന്നും പുറത്തേക്ക് ടൂർ പോകാനോ വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ പോകാനോ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനോ ഒന്നും ചിലപ്പോൾ താല്പര്യപ്പെടുകയല്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായേക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെയുള്ള മറ്റ് പല തരത്തിലുള്ള ഇത്തരം ടൂറിസം, ചെറിയ ചെറിയ ടൂറിസം മേഖലകളിൽ ഒക്കെ ഒരു ഉണർവുണ്ടായേക്കാൻ സാധ്യതയുണ്ട്. വേറൊരു കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ പണി പോകാൻ സാധ്യതയുള്ളവർ ഉണ്ട്. ഇപ്പോൾ പല മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജോലി പോകാനുള്ള സാധ്യത എന്താണ്? ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ജോലി പോകാനൊന്നും സാധ്യത ഇല്ലല്ലോ. ഇപ്പം ടീച്ചിങ് അല്ലെങ്കിൽ അധ്യാപന മേഖല എന്നെടുക്കുക. അപ്പം അധ്യാപനം നടത്തുന്ന അല്ലെങ്കിൽ ഈ അധ്യാപകരായിട്ടുള്ള വളരെ സീനിയറായ ആളുകൾ കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ പുതിയ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരുന്നു, ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഗുണകരമാകുമോ ദോഷകരമാവും? അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു അത് കുറച്ച് പേർക്ക് ഗുണകരമാകും, ഭൂരിപക്ഷം പേർക്കും ഗുണം ചെയ്യല. അപ്പൊ ഞാൻ ചോദിച്ചു, ഭൂരിപക്ഷം പേർക്കും ഗുണം ചെയ്യല എന്ന് പറയാനായിട്ട് കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇപ്പൊ പഠനം ഓൺലൈൻ ആക്കിയ സ്ഥിതിക്ക് ഫിസിക്സ് പഠിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകന്റെ ആവശ്യമുള്ളൂ. ഒരു കോളേജിൽ ഒരു അധ്യാപകന്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ശരി, ഫിസിക്സ് മെയിൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഫിസിക്സിന്റെ സബ് ടോപ്പിക്സ് എടുക്കാനായിട്ട് ഒരു 4 പേരെ വെച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഉള്ള അത്രയും വർക്ക് ഫോഴ്സ് ഒരിക്കലും അവർക്ക് ആവശ്യമായിട്ട് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത് തുറന്നിട്ടിരിക്കുന്നത്. പുതിയ ചില കണ്ടെത്തലുകൾ ഗവൺമെന്റുകൾക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഇനിയുള്ള കാലത്ത് എന്തായാലും കുറച്ചു കാലം കൂടിയെങ്കിലും, ഈ വർഷം മുഴുവനെങ്കിലും അധ്യാപനം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കൂടുതലും മുന്നോട്ട് പോവുക. അങ്ങനെയാകുമ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഭാവി എന്ന് പറയുമ്പോൾ, ഓൺലൈൻ ടീച്ചിങ്ങിന് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ കഴിയുന്നവർക്ക് നല്ല ഭാവിയുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് വളരെ സംഭവ്യമായ കാര്യമല്ലേ? നല്ലപോലെ പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകൻ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നമ്മൾ നേരിട്ടായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അല്ലാതെ ക്ലാസ് എടുക്കുന്ന കുറേ അധ്യാപകരൊക്കെ ഉണ്ട്. അവർക്കൊന്നും പ്രശ്നമില്ല, വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള സാഹചര്യം. ഓൺലൈനായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കില്ല. എന്ന് മാത്രമല്ല, പ്രസന്റേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറും. ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങിയ സമയത്ത് ആണ് ഒരു ടീച്ചർ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അവര് വളരെ ചുരുങ്ങിയ കാലത്തെ എക്സ്പീരിയൻസ് മാത്രമേ അവർക്കുള്ളൂ എന്ന് ആലോചിക്കാം. 2 വർഷം എങ്ങാണ്ടായിട്ടുള്ള അവര് അധ്യാപന ജീവിതം തുടങ്ങിയിട്ട് അവരത്ര തന്മയത്തോടുകൂടിയാണ് ക്ലാസ് എടുത്തത്.
അതൊരുപാട് വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്തു, അവർക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ചില ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള കുട്ടികളോട് ചോദിച്ചു, ഈ ക്ലാസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പൊ എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞേ. എന്നിട്ട് അവർ ചിലർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ടീച്ചർ മതിയോ അതോ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ച ആ ടീച്ചർ മതിയോ? അപ്പൊ പിള്ളേരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ടീച്ചർ മതി, ഞങ്ങൾക്ക് ഈ ടീച്ചറെ പഠിപ്പിക്കുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് ശരിക്കും കോളേജിന്റെ ആവശ്യമുണ്ടോ, സ്കൂളിന്റെ ആവശ്യമുണ്ടോ? ഓൺലൈനായിട്ട് അങ്ങോട്ട് എടുത്താൽ പോരെ? എക്സാം എഴുതാൻ മാത്രം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയ പോരെ? ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്നതിന്റെ എന്തോരം ചെലവ് വരും? അതിന്റെ 10-1 ചെലവ് ഓൺലൈനായിട്ട് ക്ലാസ് നടത്തുമ്പോൾ സ്റ്റാഫിനെ വെക്കാനോ അവർക്ക് എന്താ പറയുക ശമ്പളം കൊടുക്കാനോ ഒന്നും അത്രയും ചെലവ് വരുന്നില്ല. ഇങ്ങനെയുള്ള ചില ഓപ്പർച്യൂണിറ്റികളൊക്കെ ഗവൺമെന്റ് ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റുകൾ വേണ്ട, ഉള്ളവരെ തന്നെ വേണമെങ്കിൽ കുറച്ചായിട്ട് പിരിച്ചുവിടാം. കാരണം ഒരു വിഷയത്തിന് ഒരു അധ്യാപകൻ ക്ലാസ് എടുത്താൽ മതി. ആ ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ലൈവായിട്ട് ക്ലാസ്സുകൾ എടുക്കാം, വേണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വീണ്ടും കുട്ടികൾക്ക് പഠിക്കാവുന്ന സാഹചര്യത്തിൽ ക്ലാസ്സുകൾ എടുക്കാം. ഇപ്പൊ ഈ ലൈവ് തന്നെ ഈ സ്ട്രീമിൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ അത് ഓപ്പൺ ആയിട്ട് കിടക്കും. വേണമെങ്കിൽ നമുക്ക് വേറെ റെക്കോർഡിംഗ് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് ഇതുപോലെ റെക്കോർഡ് ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെ സാധിക്കും. എന്നിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം കുട്ടികൾ കോളേജിലേക്കോ സ്കൂളിലേക്കോ വരിക, പരീക്ഷ എഴുതുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. മൊത്തത്തിൽ എന്തോരം ചെലവ് കുറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഏത് രീതിയിലൊക്കെ പ്രശ്നമാകും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞേ, കുറച്ചു പേർക്ക് പണി പോയപ്പോൾ കുറച്ചു പേർക്ക് പണി കിട്ടി, ഇനി ചിലരുടെ പണി പോകാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. ഇപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, ഈ ജോലി എല്ലാ കാലവും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ ഉറപ്പില്ല. പല സാഹചര്യവശാൽ ജോലി നഷ്ടപ്പെട്ടേക്കാം. ഇപ്പോഴത്തെ കൊറോണ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഹെൽത്ത് മാനേജ്മെന്റ് അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യം. ഞാനോ നിങ്ങളോ അധികം ചിന്തിച്ചിട്ടില്ലാത്ത, അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് മറ്റൊരു വരുമാനം കൂടി ഉണ്ടാകുന്ന തൊഴിൽ എന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും ആകാം. ഇപ്പൊ നിങ്ങളുടെ പാചകം ആകാം, അല്ലെങ്കിൽ നിങ്ങൾ കരാട്ടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ, അതിൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ ആയോധന കലകൾ എന്തെങ്കിലും അറിയാവുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന രീതിയിലുള്ള ആളാണെങ്കിൽ അങ്ങനെ ആവാം. അതിൽ നിന്നൊരു സൈഡ് വരുമാനം കൂടി ഉണ്ടാകുന്നത് വളരെയധികം ആവശ്യമായിട്ട് വരും. കാരണം ഈ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അധ്യാപന ജോലിയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സമയക്കുറവ് മൂലം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പറയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ ഔട്ട്സോഴ്സിങ് കമ്പനികളുടെ കാര്യത്തിൽ ഈ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന പലർക്കും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം, നമുക്കിപ്പോൾ ഉള്ളതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻകം കണ്ടുപിടിക്കുന്നത് നമുക്ക് വളരെയധികം നല്ലതായിരിക്കും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നിരിക്കുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ എല്ലാം ഓൺലൈനായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, നിങ്ങളുടെ വീട്ടിലൊരു സംഗതി ഉണ്ടാക്കി, നിങ്ങളൊരു ചേന ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കാപ്പിക്കുരു ഉണ്ടാക്കി, നിങ്ങളൊരു സ്വന്തമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി,
അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിട്ട് നിങ്ങളതിന് ഓർഡർ എടുത്ത് നിങ്ങളവരെ വീട്ടിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വരുമാനമായി. ഈ അടുത്തിടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ച ഒരു കാര്യമാണ്. ഈ കൊറോണ വന്ന സമയത്ത് ഒരു വ്യക്തി ഈ സ്ക്രീൻ പ്രിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ മാസ്ക് കൊണ്ട് നമ്മൾ വായിൽ മറയുന്ന ആ ഒരു ഭാഗമുണ്ട്, അത്രയും ഭാഗം അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി മാസ്ക് വെച്ചാൽ അത്രയും ഭാഗം മറയാത്ത രീതിയിൽ അദ്ദേഹം അത് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ഒരുപാട് ഓർഡറുകളും പത്രത്തിലും ടി വിയിലും ഒക്കെ വന്നൊരു കാര്യമാണത്. അദ്ദേഹം കണ്ടെത്തിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഓരോ വ്യത്യാസങ്ങൾ വരുത്തുക. അതുപോലെ തന്നെ ഞാൻ കണ്ട വേറൊരു കാര്യമാണ് ഈ മാസ്കുകൾ ഉണ്ടാക്കുക. മാസ്കുകൾ ഉണ്ടാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. മാസ്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എംബ്ലം കൊടുക്കുക. അപ്പോൾ അതിനൊരു മാർക്കറ്റ് ഉണ്ടോ? നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക കമ്പനിയുടെ മാസ്ക് മേടിക്കുക, അതിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എംബ്ലവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പ്രിന്റ് ചെയ്തിരിക്കും. നല്ല സംഭവമല്ലേ? അതുപോലെ ഓരോ കാര്യങ്ങളിൽ. പിന്നെ ഈ അടുത്തിടയ്ക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് വിദേശത്തായിരുന്ന ഒരാൾ നാട്ടിൽ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് തോന്നി സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യാം. കടയിൽ നിന്ന് സാധനങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കി വാങ്ങുക, അത് ലോക്ക്ഡൗൺ ആയി വീട്ടിലിരിക്കുന്നവർക്ക് കൊണ്ടേ കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതിൽ നിന്ന് അവരെന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും പൈസ തരികയാണെങ്കിൽ അത് നല്ലത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുക അവരിൽ നിന്ന് മേടിക്കാം. ആകെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ സർവീസ് ഏരിയ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യമാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പേരും പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കും. ഓൺലൈനായിട്ടുള്ള ഒരു സംഘം ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടിയിരിക്കാം. അതുപോലെ വന്ന ഓപ്പർച്യൂണിറ്റി വേറെ എന്താണുള്ളത്? ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാം, ഇംഗ്ലണ്ടിലുള്ള ഒരു കോൺഫറൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു കോൺഫറൻസോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടി ഞാൻ എവിടെയും പോകേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിലിരുന്നിട്ട് ആ സമയത്ത് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഡൽഹിയിലുള്ള ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാം, അമേരിക്കയിലുള്ള അറ്റൻഡ് ചെയ്യാം, ഓസ്ട്രേലിയയിലുള്ള ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാം, അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത് കൊണ്ട് വന്നിരിക്കും. അപ്പൊ ഈ ലോക്ക്ഡൗൺ ഒക്കെ നടന്ന് കൊറോണയൊക്കെ വന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു സംഭവം കൂടെ ഇവിടെ സംഭവിച്ചത്. ഒരുപാട് സിനിമാ നടന്മാര് മരണത്തിന് കീഴടങ്ങി. കൊറോണയെ ബാധിച്ചിട്ടില്ല, അല്ലാതെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചു. വന്നവരെല്ലാം ഒരു ദിവസം പോകണമല്ലോ. അപ്പൊ അതില് ഒരു യുവനടൻ, ഈ സുശാന്ത് സിംഗ് രാജ്പുത്ത് എന്ന് പറയുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനഃശാസ്ത്രപരമായി അറിയുന്നവരും അറിയാത്തവരുമെല്ലാം ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് കമന്റുകളും എല്ലാം പലയിടത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അറിയുന്നതും അറിയാത്തതും സത്യങ്ങളും അർത്ഥസത്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു കമന്റ് പരിപാടി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കോവിഡ് കാരണം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, അവസരങ്ങൾ കുറഞ്ഞു. ഈ നടൻ അത്തരത്തിൽ അവസരങ്ങൾ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷനൊത്ത ഒരു വരുമാനം കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വിഷാദ രോഗത്തിലേക്ക് പോവുകയും, ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിലേക്ക് പോവുകയും, അങ്ങനെ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോ
ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കോവിഡ് കാലത്തെ മാനസിക ആരോഗ്യം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാരോഗ്യ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് പേര് എത്തിപ്പെട്ടിരിക്കുന്നു. ഈ ലോക്ക്ഡൗണിലായതിനു ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, സമൂഹമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥ, അത് വേറൊരു പ്രശ്നം. പിന്നെ തനിക്ക് കൊറോണ വരുമോ, വന്നിട്ടുണ്ടോ, ഇനി എങ്ങാനും വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള കുറേ ആശങ്കകൾ. ഇനി കൊറോണ എന്ന് തീരും, എന്ന് തീർന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് വിചാരിച്ച് ഓരോ ദിവസം കഴിയും തോറും എന്നാണ് ഇതിൻ്റെ അവസാനം എന്നും ഉണ്ടാവുക എന്നറിയാതെ ഒരു സാഹചര്യം. അപ്പോൾ വിദഗ്ധരായ ആളുകൾ പഠനം നടത്തിയപ്പോൾ, ഇപ്പോഴും അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലായ കാര്യം പ്രധാനമായിട്ടും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കോവിഡിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. അതിലൊന്നാണ് ഈ ഡിപ്രഷൻ, വിഷാദ രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഷാദ രോഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നിലും ഒരു താല്പര്യമില്ല, മിക്കവാറും സമയം ഉറങ്ങിയാൽ എത്ര ഉറങ്ങിയാലും എണീക്കാൻ തോന്നുന്നില്ല, ശരീരത്തിൽ തീരെ എനർജി ഇല്ല, മിക്കവാറും വിഷാദമായിരിക്കും, മരിക്കണമെന്നുള്ള ചിന്തയുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ, അല്ലെങ്കിൽ ഒരു പരിധിയിലപ്പുറം ഡിപ്രഷൻ പോകുമ്പോഴാണ് ആ വ്യക്തി മരണത്തിലേക്ക് പോകുന്നത്, സൂയിസൈഡിലേക്കൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത്, ഇപ്പോൾ ഓൾറെഡി ഒരു ഇക്കണോമിക് സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഇക്കണോമിക്കായിട്ട് തകർന്നൊരവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഡിപ്രഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, അമിതമായ ഉത്കണ്ഠ, സ്ട്രെസ്, അത് വേറെ ഒരു പ്രശ്നം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നത് പൈസയൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു മദ്യം വാങ്ങി കഴിക്കാൻ ഒരാൾക്ക് സാധിക്കുക? അങ്ങനെയല്ല. നിങ്ങൾക്കറിയാമോ, ഈ ഒരു സമയത്ത് പ്രളയം വന്ന് കേരളത്തിൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി, എല്ലാവരും കഷ്ടപ്പെടുന്ന സമയത്ത് മദ്യത്തിന്റെ ഉപഭോഗം വളരെയധികം കൂടുതലായി എന്നുള്ളത് സത്യമാണ്. ചിലരുടെ ഒരു താല്പര്യവും ഇഷ്ടവുമാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വന്തമായി കോപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാത്ത ആളുകൾ അൺഹെൽത്തി കോപ്പിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും. അതിലൊന്നാണ് ഈ മദ്യം കഴിക്കുക, ബോധമില്ലാതെ കിടന്നുറങ്ങുക എന്നാണ് പരിപാടി. ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടുള്ള അവരുടെ ഒരു പരിപാടിയാണ് മദ്യം കഴിക്കുക. മദ്യം മാത്രമല്ല, മറ്റ് പല സാധനങ്ങൾ, സിഗരറ്റ്, പുകവലി, പിന്നെ കഞ്ചാവ്, അങ്ങനെ പല ഡ്രഗ്സ്, വേറെ അങ്ങനെ പല പരിപാടികളും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപഭോഗം കൂടുന്നൊരു സമയമുണ്ട്. അത് ഈ കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നൊരു കാര്യം. വേറൊരു കാര്യം, നേരത്തെ മാനസികമായി അസുഖമുണ്ടായിരുന്ന ആളുകൾ, അവർക്ക് പ്രോപ്പറായിട്ട് മരുന്ന് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരെല്ലാം വീണ്ടും റിലാപ്സിലേക്ക് വന്നു. എന്നുവെച്ചാൽ മരുന്ന് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ അസുഖം കൂടി. അങ്ങനെ അവരെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ മാത്തായിട്ടുണ്ടായൊരു സംഭവമാണ്. പിന്നെ സ്റ്റിഗ്മ എബൌട്ട് കോവിഡ് ഒരു മാനസികമായ പ്രശ്നമല്ലെങ്കിൽ കൂടിയും കോവിഡ് ഉണ്ടാകുന്നതും കോവിഡ് രോഗിയും ഇപ്പോഴും കുറച്ച് ദൂരത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ കോവിഡ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്റ്റിഗ്മയായി തീർന്നൊരു സാഹചര്യം ഉണ്ടായി. കോവിഡുള്ള ആളുകൾ ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സമൂഹം അംഗീകരിക്കുന്നില്ല, വീട്ടിലേക്ക് കയറ്റുന്നില്ല, നാട്ടുകാർ ഇടപെടുന്നില്ല.
എന്നൊരു സാഹചര്യം. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരാള് അസുഖം ഭേദമായി അയാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? പ്രവാസികൾ പലരും ഇവിടെ വന്നപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വീട്ടിലാരും സ്വീകരിക്കാൻ തയ്യാറല്ല. അവർ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഫ്ലാറ്റ് മേടിച്ച് ആ ഫ്ലാറ്റിലേക്ക് ചെന്ന് താമസിക്കാൻ നോക്കുമ്പോൾ ആ ഫ്ലാറ്റിലുള്ളവരെല്ലാം അവിടെ കയറ്റാൻ സമ്മതിക്കുന്നില്ല. ഇതെല്ലാം പോട്ടെ, അസുഖം വന്ന് ചികിത്സിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. പിന്നെ അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, അത് മറ്റൊരു പ്രശ്നമാണ്. കുറേ ആളുകൾ കുറേ സമയം ലോക്ക്ഡൗൺ ആയി പോയപ്പോൾ, ഭാര്യയും ഭർത്താവും മാത്രമായപ്പോൾ, ഇരയും വേട്ടക്കാരനും അടുത്തടുത്തായപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് വളരെയധികം കൂടുതലായി. അതുപോലെയുള്ള കേസുകളുണ്ടായി. പിന്നെ അതുപോലെ നമുക്കറിയാം, ശാരീരികമായിട്ട് ഒരുപാട് അസുഖം ഉണ്ടായിരുന്നിരുന്ന ആളുകളുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖമുള്ളവർ, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന, അതിനൊക്കെ ചികിത്സ തേടിയിരുന്ന ആളുകൾക്ക് ചികിത്സ ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. മരുന്നുകൾ ഒരുപാട് പേർക്ക് എടുക്കാനായിട്ട് സാധിക്കാതെ വന്നു. അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ അവരെല്ലാം ജീവിതത്തിൽ കോവിഡ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നാണ് ഈ സോഷ്യൽ ഐസൊലേഷൻ. സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹമായിട്ട് ഇപ്പോൾ നേരിട്ടൊരു ബന്ധവുമില്ല, ഒരു സാമൂഹിക പരിപാടികൾ നമ്മൾ പങ്കെടുക്കുന്നില്ല. ഇമാജിൻ, ഒരു വ്യക്തി ഈ കോവിഡ് ഉണ്ടാകുന്നതിന് മുമ്പ് വളരെയധികം നല്ലൊരു സോഷ്യൽ ലൈഫ് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്കുണ്ടാകുന്ന മാനസിക ആഘാതം എത്രയായിരിക്കും? അയാൾക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, ആരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ആരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ആരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഏലിയനേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ ക്വാറന്റൈനിൽ ചെന്ന് പെടുന്നൊരു സാഹചര്യത്തിൽ, ക്വാറന്റൈനിലായി കഴിയുമ്പോൾ അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരുമായിട്ടും ഇടപെടാനോ സംസാരിക്കാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഏകാന്തത വല്ലാതെ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ചിലത് മാത്രമാണ്. പിന്നെ ഇപ്പോഴത്തെ വേറെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ ജോലി ചെയ്യുന്നവരുണ്ട്. അവരിപ്പോൾ ജോലിക്ക് എല്ലാ ദിവസവും സാധാരണ പോലെ തന്നെ ജോലിക്ക് പോകുന്നു, ജോലിയിൽ നിന്ന് തിരിച്ചു വരുന്നു, വൈകുന്നേരം ആകുമ്പോൾ ആസ് എ റൊട്ടീൻ അങ്ങനെ പോകുന്ന ആളാണ്. ചില ആളുകൾ വർക്ക് ഫ്രം ഹോം ആണ്, ചില ആളുകൾ വീട്ടിൽ തന്നെ, വർക്കൊന്നുമില്ല, അറ്റ് ഹോം, അത്രയേ ഉള്ളൂ. അങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പൊ സ്ഥിരം ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കും, അവർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഞാൻ ഇടപെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളവരായിരിക്കുമോ, എനിക്ക് എന്തെങ്കിലും കോവിഡ് വരുമോ, പ്രത്യേകിച്ച് ഹെൽത്ത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് ആലോചിച്ച് നോക്കാം. അവരെപ്പോഴും ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ടെൻഷൻ, സ്ട്രെസ് ചെയ്ത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെൻഷൻ സ്ട്രെസ് കൂടുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പേടി കൊണ്ട് തന്നെ ഒരാൾക്കൊരു അസുഖം വന്നേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. അപ്പോൾ പുറത്തു പോകുന്ന ആളുകൾ നിർബന്ധമായും ഈ പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ് തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം. കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക, മാസ്ക് ധരിക്കുക, അതെല്ലാം അവരെ സംബന്ധിച്ചോളം വളരെ പ്രധാനം. ഇനി വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ വർക്ക് വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ഒരു ഹെൽത്ത് കൺസേൺ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വർക്ക് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നില്ല.
ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള സാഹചര്യമാണത്. സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരിക. ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്കലായിട്ട് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാവുകയും പിന്നെ അത് ഒരു മെന്റൽ പ്രോബ്ലത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായേക്കാം, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഈ കോവിഡ് കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിരോധ ശക്തി നേടിയെടുക്കാനും കോവിഡിനെ തുരത്താനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ വേറൊരു പ്രശ്നം, ഒരുപാടേറെ ആളുകൾക്കുള്ള ഒരു മറ്റൊരു പ്രശ്നമാണ് ലിസണിങ് ടു ഹെൽത്ത് ന്യൂസ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് ഹെൽത്ത് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം വരാൻ പോകുന്നത്, അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഹെൽത്ത് ന്യൂസ് നമ്മൾ കേൾക്കണം. ഹെൽത്ത് ന്യൂസ് കേൾക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹെൽത്ത് ന്യൂസ് നിങ്ങൾ കേൾക്കണം, പക്ഷെ അത് ഓവറായിട്ട് കേൾക്കുന്നത് തീർച്ചയായും പ്രശ്നം ഉണ്ടാകും. ഓരോ ദിവസവും കോവിഡ് കേസുകൾ കൂടുന്നു, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരാൾ രാവിലെ വാർത്ത വായിക്കുന്നു, വാർത്ത കേൾക്കുന്നു, പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞ് വാർത്ത കേൾക്കുന്നു, പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞ് വാർത്ത കേൾക്കുന്നു. വെറുതെ നമ്മളെ മനസ്സമാധാനം കളയുന്ന ഒരു പരിപാടിയാണത്. ഫ്രീ ആയിട്ട് മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്കായി മാത്രം പരിമിതപ്പെടുത്തുക. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു 6 മണി സമയത്താണ് സാധാരണ കോവിഡിൻ്റെ അപ്ഡേറ്റ് വരുന്നത്, നമ്മളെ ടി വിയിൽ വരുന്നത്. ആ സമയത്ത് മാത്രം അത് വെക്കുക, ഒരു അരമണിക്കൂർ അത് കേൾക്കുക, മതി. ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂറും ഇടവിട്ട് കോവിഡ് സ്റ്റാറ്റസ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇത് മുഴുവൻ കണ്ടുപിടിച്ചതിന് ശേഷം കോവിഡിൻ്റെ സ്റ്റാറ്റസിൽ ഇത്രയും കേസുകൾ വന്നു, അവിടെ ഇത്രയും കേസായി, ഡൽഹിയിൽ ഇത്രയായി, മധ്യപ്രദേശിൽ ഇത്രയായി, ഇതെല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു വലിയ പ്രശ്നമാണ്. അതൊരു ക്രോണിക് സ്ട്രെസ് നിങ്ങൾക്ക് തരിക. ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ചെറുതാണെങ്കിലും കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. വ്യക്തി ശുചിത്വം പാലിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഡ്രസ്സൊക്കെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ. അതുപോലെ പുറത്ത് പോയിട്ട് വന്ന് ചെരുപ്പിട്ട് അകത്ത് നടക്കരുത് എന്നൊക്കെ പറയും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓവറായിട്ട് കൺസേൺ ആയിട്ട് ഓരോ മിനിറ്റിലും ഉപ്പിട്ട് കൈ കഴുകുന്ന ഒരവസ്ഥയിലേക്കൊന്നും വരാൻ പാടില്ല. കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കുക. ഇനി വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തെല്ലാം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാം. അത് നല്ലതാണ്, നിങ്ങളുടെ ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക എന്ന് പറയും. ഇനി അതല്ലാതെ വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, അത് വായിക്കുക. അത് ഇന്ന പുസ്തകം എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പുസ്തകവും എടുത്ത് വായിക്കാം. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് സമയം ജോലി ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ വായിക്കണമെന്ന് വിചാരിച്ച് വീട്ടിൽ വാങ്ങിച്ചു വെച്ച പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സമയം കിട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അത് വായിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് വായിക്കാം. ചെയ്യാവുന്നൊരു കാര്യമാണ്, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ്, വീട്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചില കാര്യങ്ങൾ. നമുക്കെന്നും തിരക്കാണ്, നമ്മളെന്നും വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ വരുമ്പോൾ വൈകും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ഉണ്ട് വീട്ടിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം അത്
അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിരിക്കും, നമ്മൾ പിന്നെ ചെയ്യാൻ, നാളെ ആക്കട്ടെ, ഇപ്പോൾ വേണ്ട എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക, ചെറിയ ചെടിയോ. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന വേറൊരു പരിപാടിയാണ് റൂമിനകത്തൊക്കെ ചെടി നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി. കേൾക്കുമ്പോൾ അത്ര രസമല്ല എന്ന് തോന്നുമെങ്കിലും വളരെയധികം നമ്മുടെ ലൈഫിനൊരു മീനിങ് ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. സ്വന്തമായി നിങ്ങളൊരു ചെടി നട്ട് നനച്ച് വളർത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാമാണ് നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇനി കുറഞ്ഞ സമയം കൂടെ ബാക്കിയുള്ളൂ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോവിഡിൻ്റെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യമില്ലായ്മയുടെ ഒരു കാലഘട്ടമായിരിക്കും. ഈ കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പല പല കണ്ടീഷൻസ് ഉണ്ട്. ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, എല്ലാം പല രീതിയിൽ ആളുകളെ ബാധിക്കും. അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈഡ് ആയ ആളുകളിൽ നിന്ന് മാത്രമേ ചികിത്സ സ്വീകരിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോ ലൈസൻസ് ഉണ്ട്, ഇല്ലേ? നിങ്ങളൊരു നിരത്തിൽ കൂടി വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം. നിങ്ങളൊരു ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് വേണം. നിങ്ങൾക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ കുറേ കാർഡുകളൊക്കെ ഉണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനഃശാസ്ത്രം പഠിച്ചിട്ട് മനഃശാസ്ത്രം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. 1-2 മണിക്കൂർ ക്ലാസ് എടുത്ത് ക്ലാസ് കേട്ടതിന് ശേഷം കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൗൺസിലർ ആവാം, നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആവാം, നിങ്ങൾക്ക് ഡോക്ടർ ആവാം, മറ്റുള്ളവരെ ചികിത്സിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ അഡ്വർടൈസ്മെന്റ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ. ഈ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയല്ല, വളരെയധികം സീരിയസ്നെസ്സോടുകൂടി ഒരാളുടെ ജീവിതം വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. അങ്ങനെ നിങ്ങൾ ഒരാളെ സമീപിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല. ശാരീരിക അസുഖങ്ങൾ പോലെ തന്നെയാണ് മാനസിക അസുഖം. ഇന്ന ആൾക്ക് മാനസിക അസുഖം വരൂല, ഇന്ന ആൾക്ക് മാത്രമേ മാനസിക അസുഖം വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും ഏത് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസിലുള്ളവർക്കും മാനസിക രോഗം വരാം. അതുകൊണ്ട് തന്നെ അതിനൊരു ട്രീറ്റ്മെന്റ് തേടുന്നതിൽ യാതൊരു തര സങ്കോചവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയ ആളുകളിൽ നിന്ന് മാത്രം സഹായം സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സകർ എന്ന് പറയുന്നത്? മനഃശാസ്ത്ര ചികിത്സകർ എന്ന് ഉദ്ദേശിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഒരുപാട് വ്യാജന്മാരുള്ള ഒരു മേഖലയാണ് ഈ സൈക്കോളജി. എല്ലാവരും കേരളത്തിലാണെങ്കിൽ എല്ലാവരും സൈക്കോളജിസ്റ്റുകൾ, എല്ലാവരും കൗൺസിലർമാരായിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ഒരാളെ കണ്ടുപിടിച്ച് അവരുടെ സഹായം തേടുക. ഇനി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ അല്ലേ, എങ്ങനെ മനസ്സിലാക്കാം? ഒരു ക്വാളിഫൈഡ് ആയ ഒരു മനഃശാസ്ത്ര ചികിത്സകൻ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു രജിസ്റ്റർ നമ്പർ അവർക്കുണ്ടാവും.
ആ രജിസ്റ്റർ നമ്പർ ഉള്ളവർക്ക് മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ നിയമപ്രകാരം സാധിക്കുകയുള്ളൂ. അതല്ലാതെ ക്ലിനിക്കൽ സൈക്കോളജി, സൈക്കോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിയമപരമായി അയാൾക്കത് ചെയ്യാനുള്ള യാതൊരു അർഹതയുമില്ല. ഇത് ജനങ്ങളുടെ സമീപത്തേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പല പ്രാവശ്യം നമ്മൾ അസോസിയേഷൻ വഴിയായിട്ടും അല്ലാതെയും പല പ്രാവശ്യം ജനങ്ങൾക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് വ്യാജന്മാരായ ആളുകളുടെ ചികിത്സയിൽ ചെന്ന് പെടരുത് എന്നുള്ള കാര്യം. കാരണം ഇങ്ങനെയുള്ളവരാണ് ഇപ്പൊ സമൂഹത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലും പ്രമുഖരായിട്ട് നിൽക്കുന്നത്. വാട്സപ്പ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും പിന്നെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ്, എല്ലായിടത്തും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ. ഇപ്പൊ ഞാനൊക്കെ ശരിക്കും ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവ്, ഇതെൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് ലൈവാണ്. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമല്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകളും ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളും ഒരുപാട് അബദ്ധജടിലമായ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നു. ശാസ്ത്രവുമായി മനഃശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വളരെയധികം തന്മയത്വത്തോട് തട്ടിവിടുന്നു. ഇതൊക്കെ ശരിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫോളോവേഴ്സാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവർക്ക് ഫോളോവേഴ്സാണ്. ജനങ്ങൾ അതുപോലെ അവർ പറയുന്നത് അതുപോലെ അങ്ങ് വിഴുങ്ങുകയാണ്. എന്തൊരു മോശപ്പെട്ടൊരവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയ ആളുകളിൽ നിന്ന് മാത്രം അത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് പല ആൾക്കാരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ വലിയ ബോർഡുകളൊക്കെ. ഇപ്പൊ പിന്നെ മോട്ടിവേഷൻ ട്രെയിനർമാരും ഇപ്പോൾ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കാം. മോട്ടിവേഷൻ കൗൺസിലർ അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ഡിഗ്രികളൊക്കെ എടുത്ത് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റാതെ പോയി കയറുന്ന ആളുകൾ. ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. MA സോഷ്യോളജി, MA സൈക്കോളജി, MA ഹിസ്റ്ററി, MA കൊമേഴ്സ്, മറിച്ചത് എന്താ അവർക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ളത് കുറേ ഡിഗ്രികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പഠിച്ചിട്ട് ഒരു ജോലി പോലും കണ്ടെത്താനോ സ്വന്തമായ ഒരു എയിമോ ഇല്ലാത്ത കുറേ ആളുകളാണ് ഈ മോട്ടിവേഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെ നടക്കുന്നത്. അവർക്ക് അവരുടെ ലൈഫ് തന്നെ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്ന ഒരവസ്ഥ. എന്തൊരു മോശപ്പെട്ട അവസ്ഥയാണത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ക്വാളിഫൈഡ് അല്ലാത്തവരുടെ ഇടയ്ക്ക് കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിക്കോ പോകരുത്. കൗൺസിലിംഗ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MA സൈക്കോളജി, MSc സൈക്കോളജി അല്ലെങ്കിൽ MSW ആണ് കൗൺസിലിംഗ് ചെയ്യാനുള്ള യോഗ്യത. അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രം നിങ്ങൾ പോവുക. പിന്നെ എല്ലാത്തരം മാനസിക രോഗങ്ങൾക്കും കൗൺസിലിംഗ് ഒരു ശാശ്വത പരിഹാരമല്ല. പലതരം ലെവലിലുള്ള മാനസിക രോഗങ്ങളുണ്ട്. ലഘു മനോരോഗങ്ങളുണ്ട്, ഗുരുതരമായ മനോരോഗങ്ങളുണ്ട്. അപ്പോൾ ഗുരുതരമായ മനോരോഗങ്ങൾ അങ്ങനെയുള്ളത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്താക്കിയാണ് പോകുന്നത്. സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗ വിദഗ്ധൻ, മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യം. സൂയിസൈഡ്, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, മോഡറേറ്റ് ഡിപ്രഷന് മേലെയുള്ള സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കാം, ആത്മഹത്യാ പ്രവണത, തീർച്ചയായും അതൊരു സൈക്യാട്രിസ്റ്റ് കാണേണ്ട കേസാണ്. നിർബന്ധമായും അയാളെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലണം. മരുന്ന് കഴിക്കാതെ അത് മാറ്റാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ വളരെ വയലൻ്റായ ചില പേഷ്യൻസ് ഉണ്ട്. ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള, രാത്രി ഉറക്കമൊന്നുമില്ലാതെ ആളുകൾ എന്തെങ്കിലും അടുത്ത് ചെന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. സ്കിസോഫ്രീനിയ പോലെയുള്ള മാനസിക അസുഖങ്ങളുള്ളവർ, കൂടിയ ഗുരുതരമായ മാനസിക അസുഖങ്ങളുള്ളവരൊക്കെയാണ് അതിനകത്തുള്ളത്. അങ്ങനെയുള്ളവരെ ഒരു സൈക്യാട്രിസ്റ്റ് തന്നെ കാണും. സൈക്കോളജിസ്റ്റ് കാണുന്നത് കൂടുതലും ലഘു മാനസിക പ്രശ്നങ്ങൾ, ഫാമിലി പ്രോബ്ലംസ്, ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൈൽഡ് ടു മോഡറേറ്റ് ലെവൽ ഓഫ് ഡിപ്രഷൻ, അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സൈക്കോളജിസ്റ്റ് കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അബദ്ധവശാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു ഗുരുതരമായ പ്രശ്നമുള്ള രോഗിയെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും
അയാളുടെ പ്രൊഫഷണൽ എത്തിക്സ് വെച്ചിട്ട് അയാൾ ഒരിക്കലും അത് ടേക്കപ്പ് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് അറിയാവുന്ന ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ആ രോഗിയെ നിർദ്ദേശിച്ച് അയക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കണ്ടീഷനെ കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാവുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ ഈ കൗൺസിലിംഗ്, ഇപ്പോൾ ഒരാളുടെ അടുത്ത് പറയാണ്, കൗൺസിലിംഗ് ചെന്ന് കഴിയുമ്പോൾ നടന്നൊരു സംഭവമാണ്. കൗൺസിലിങ്ങിന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചെന്നു. അപ്പോൾ ഒരു ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ആളുടെ അടുത്തേക്ക് ചെന്നു, അയാളുടെ അടുത്ത് ചെന്നു, സംസാരിച്ചു. ഇപ്പോൾ സംശയരോഗമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കിതൊരു പാരനോയിഡ് ഇൽനെസ് ആണെന്നോ പാരനോയിഡ് സ്കിസോഫ്രീനിയയുടെ സിംറ്റം ആണെന്നോ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും അറിയാനുള്ള ഒരു അറിവ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാൾക്ക് അറിയാവുന്ന കാര്യം എന്താ? കൗൺസിലിംഗ് ചെയ്ത് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക. എന്ത് പ്രശ്നത്തിനും കൗൺസിലിംഗ് മതി എന്നുള്ള ഈ അല്പജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ഒരു അപകടമാണ്. അതുകൊണ്ട് തീർച്ചയായും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റിക്കഗ്നിഷൻ ഉള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ മാത്രമേ നിങ്ങൾ മനഃശാസ്ത്ര ചികിത്സയ്ക്കായിട്ട് സമീപിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആളോട് ചോദിക്കണം, സാർ താങ്കളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? താങ്കൾ എവിടെയാണ് പഠിച്ചത്? താങ്കളുടെ RCI രജിസ്ട്രേഷൻ നമ്പർ തരുമോ? അത് RCI രജിസ്ട്രേഷൻ നമ്പർ ആ ഒരാൾ കൗൺസിൽ ചെയ്യുകയോ അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ റൂൾ. അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആൾക്ക് തീർച്ചയായിട്ടും RCI നമ്പർ തരാനായിട്ടുണ്ടാവും. ഇനി ആ RCI നമ്പർ എടുത്തിട്ട് നിങ്ങൾ RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പേരും അഡ്രസ്സും സകല കാര്യങ്ങളും അതിനകത്ത് ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ അയാളൊരു വ്യാജന. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ RCIയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷെ സാറേ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയൊക്കെ ഉണ്ട്. അതിപ്പോൾ വേറൊരു സിറ്റുവേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല. നിങ്ങളൊരു വണ്ടിയൊക്കെ എടുത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം, റോട്ടിൽ കൂടെ വണ്ടി കൊണ്ടുപോവാം, പോലീസുകാരൻ കൈ കാണിച്ചു. അപ്പോൾ നിങ്ങൾ പറയാണ്, സാറേ വണ്ടി എടുത്ത് വന്നു, ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല. അപ്പോൾ എന്തായിരിക്കും ആ പോലീസുകാരൻ നിങ്ങളുടെ അടുത്ത് പറയാം? ഈ വാഹനവുമായി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടായേ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഇല്ലാത്തതായിട്ട് കണക്കിലെടുത്ത് നിങ്ങളുടെ മേൽ ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഈ വ്യാജന്മാരുടെ ശല്യം മനഃശാസ്ത്രത്തിൽ മാത്രമല്ല കേട്ടോ, സകലയിടത്തുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, അങ്ങനെ ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റുകൾ, ഇതിലെല്ലാം വ്യാജന്മാരുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാളത്ത് എന്തായാലും ഒരു സർവീസ് സീക്ക് ചെയ്യുന്നു, നിങ്ങൾ ആ സർവീസിന് പേ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു സർവീസ് കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടണം. ഇതിൻ്റെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ അടുത്ത് പല പേഷ്യൻസ് വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നടുത്ത് കാണിച്ചു, അവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചു, അയാളെ കാണിച്ചു, ഇയാളെ കാണിച്ചു. അപ്പം നമ്മൾ ആ കാണിച്ച ആളുകളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം, ഇയാൾ സൈക്കോളജിയും പഠിച്ചിട്ടില്ല, ഇയാൾ സൈക്കോളജിയുടെ സ്പെല്ലിങ് പോലും ശരിക്കും അറിയാത്തൊരാളാണ്. അത്രയും രീതിയിലുള്ള ആളുകൾ വരെ കൗൺസിലിങ്ങിൻ്റെ പേരിൽ, സൈക്കോതെറാപ്പിയുടെ പേരിൽ ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഒരു എത്തിക്സും ഇല്ലാത്ത പല കാര്യങ്ങളും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായ പൈസ ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടും പിന്നെ അതുപോലെ ലൈംഗികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അവർക്കൊന്നും എത്തിക്സ് ഇല്ല. അവർക്ക് അങ്ങനെ ഒരു രീതിയേ ഇല്ല. മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി ചെയ്യുന്ന ആൾ എത്തിക്സിന്റെ അങ്ങേയറ്റം ഉള്ള ആളായിരിക്കണം. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്.
അത് തീർച്ചയായിട്ടും അയാൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ അല്ലാത്തവൻ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്, നമ്മുടെ സമയം തീരുവാണ്. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ക്രിക്കറ്റ് ഇപ്പോൾ 20-20 ആണ്, 20 ഓവർ. മറ്റേ അല്ലാതെ കളിയാണെങ്കിൽ 50 ഓവറൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല നല്ല ബോളർമാരൊക്കെ ഉണ്ടാവും. നല്ല നല്ല ബോളർമാർ നല്ല നല്ല ബോളൊക്കെ ചെയ്യും. അപ്പോൾ ചില പേസ് ബോളർമാരൊക്കെ ഉണ്ട്, നല്ല ഫാസ്റ്റായിട്ട് എറിയുന്ന ബോളർമാർ. അവരെന്താ ചെയ്യുക, വലിയ ഫാസ്റ്റ് ബോളൊക്കെ എറിയും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ബോളിങ് വരുമ്പോൾ ഈ കളി അറിയാവുന്നവരെന്താ ചെയ്യാന്നറിയാം. ഇന്ന ആളാണ് ബോളിങ് വരുന്ന അറിയുമ്പോൾ അവർ ഒന്നാമതേ അവർ ഹെൽമെറ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി വെക്കും. നന്നായിട്ട് ചിൻ സ്ട്രാപ്പൊക്കെ ശരിക്കും ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പാടുകൾ ഇവിടെ മറ്റേ കയ്യിലും കാലിലും ഒക്കെ കെട്ടി വെച്ചിരിക്കുന്ന പാടുകളൊക്കെ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യും. എന്നിട്ട് വരുന്ന ബോള് അടിച്ച് പറത്താൻ പറ്റുന്നതാണ് അടിച്ച് പറത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുട്ടി ഇങ്ങനെ നിൽക്കും. അത് ഈ കാലത്തിലും വളരെയധികം പ്രസക്തമാണ് ആ കാര്യം. ഇപ്പൊ നമ്മൾ ഒരു പേസ് ബോളറുടെ ആക്രമണത്തിലാണ്. സൂക്ഷിച്ച് കളിക്കുക, വളരെ ശ്രദ്ധിച്ച് കളിക്കുക, സേഫായിട്ട് കളിക്കുക, വിക്കറ്റ് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കേണ്ടത്. ഈ അലിബാബ എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള ജാക്മ എന്ന് പറയുന്ന അയാൾ പറഞ്ഞത്, ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അതിന് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നേടേണ്ടത് നേടി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ ബി സേഫ്, ബി ആക്റ്റീവ്, ബി ഹാപ്പി, ബി ഓപ്റ്റിമിസ്റ്റിക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്.